പത്രോസ് അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടവനാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനാണ്. ഇളകിയാടുന്ന കടലിന്റെ മുകളിൽ കൂടി കർത്താവിന്റെ കൈയും പിടിച്ച് നടന്നവനാണ്. പക്ഷേ അത്രയധികം വിടുതലുകൾ അനുഭവിച്ചിട്ടും യേശുവിന്റെ പീഡന സമയത്ത് ഭയം നിമിത്തം ആ പത്രോസിന് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഓർക്കുക, പത്രോസിന്റെ ആ വീഴ്ച മനഃപൂർവ്വം ഹൃദയത്തിൽ പ്ലാൻ ചെയ്തതായിരുന്നില്ല. സാഹചര്യത്തിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ കൈവിട്ടുപോയതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ ഓർത്ത് അലമുറയിട്ട് കരഞ്ഞ ആ അനുതാപത്തിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കിയ ആ നിമിഷം പത്രോസ് പുറത്തുപോയി കൈപോടെ കരഞ്ഞു. പിന്നീട് അവന്റെ ആ ഹൃദയരക്തത്തോടു കൂടിയ അനുതാപം കണ്ട് സഭയുടെ ദൗത്യങ്ങൾ യേശു അവനെ തന്നെ ഏൽപ്പിച്ചു. എന്നാൽ യൂദാസോ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് വചനം കേട്ട് പണം കൈകാര്യം ചെയ്ത് പുറമെ ആത്മീയ വേഷം കെട്ടി നടന്നു. ഉള്ളിൽ വഞ്ചനയുടെ കരാർ ഒപ്പിട്ടവനായിരുന്നു അവൻ. അവൻ അനുതാപം തോന്നിയിട്ടും തിരിച്ചുവരാൻ മനസ്സുണ്ടായിരുന്നില്ല. അവൻ മനഃപൂർവ്വം പടിയിറങ്ങിപ്പോയിരുന്നു. യോഹന്നാൻ 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അറിയുന്നു എന്ന്. കർത്താവ് എല്ലാവരെയും ചേർക്കുന്നവനല്ല. അനുതാപത്തോടെ മടങ്ങിവരുന്നവരെ അവൻ ഒരിക്കലും കൈവിടില്ല. അതാണ് എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം. കർത്താവ് മനുഷ്യരുടെ പുറമോടിയല്ല നോക്കുന്നത്, മറിച്ച് എല്ലാവരുടെയും ഹൃദയത്തെ ആഴമായി നോക്കിക്കണ്ടു മാത്രമേ അവൻ ചേർക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നും ആത്മീയ ലോകത്ത് അങ്ങനെയല്ലേ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനം നൊന്ത് അപ്പൻ്റെ അടുത്തേക്ക് ഓടിവരാൻ കാത്തിരിക്കുന്ന അനേകരുണ്ട്. മറുവശത്ത് ആത്മീക വേഷം ധരിച്ച് പാപത്തിൽ തുടരുന്ന യൂദാസുകളുമുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ കാണുന്നതുപോലെ കൊരിന്ത്യ സഭയിൽ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവിടെ ദൂഷ്യങ്ങൾ തുടരാൻ ഇടയായത് ആത്മീയ വിവേചനം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടേതായ മാനുഷിക ചിന്തകളിൽ നിന്ന് പുറത്തുകടന്ന് കർത്താവ് കൈക്കൊള്ളുന്നതിനെ കൈക്കൊള്ളാൻ നമ്മെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ചേർക്കേണ്ടതിനെ ചേർക്കാനും തള്ളേണ്ടതിനെ തള്ളാനും നാം ജാഗരൂകരായിരിക്കണം. ക്രിസ്തു ഏതിനെ സ്വീകരിക്കും, ക്രിസ്തു എന്തിനെ കൈക്കൊള്ളും എന്ന് നാം തിരിച്ചറിയണം. ഞാൻ വീണ്ടും പറയുന്നു, യേശു ക്രിസ്തു പാപത്തെ സ്നേഹിക്കുന്നില്ല, മറിച്ച് പാപിയാണ് സ്നേഹിക്കുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം വിളിച്ചു കാണിച്ചു. ആ പാപികളെ സ്നേഹിക്കുന്നത് അവരെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ സത്യം നാം മറന്നുപോകരുത്. കടലിനെ സൃഷ്ടിച്ചവന് അതിലൂടെ നടക്കാൻ എളുപ്പമാണ്, അത് അവൻ നിസ്സാരമാണ്. പത്രോസ് കടലിൻ്റെ മുകളിൽ നടന്നതാണ് യഥാർത്ഥ അത്ഭുതം. അത്തരം അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലും ദൈവം തന്നിട്ടില്ലേ? ഇന്ന് സാഹചര്യങ്ങളുടെ ഭാരത്താൽ പിണങ്ങി നിൽക്കുന്നവരെ യാക്കോബ് 4-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ദൈവത്തോട് അടുക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുക്കും. ഇന്ന് തന്നെ തിരികെ ഓടിവും. വലിയ ശുശ്രൂഷയുടെ ദൗത്യങ്ങൾ തന്ന് ദൈവം നിന്നെയും ഈ ദിവസങ്ങളിൽ ശക്തമായി അനുഗ്രഹിക്കും. ആമേൻ.